ഇത് കഴിഞ്ഞതിന് ശേഷം ദേവസ്വം ബോർഡ് 2019 ശേഷം ഇത് സംബന്ധിച്ച് ഒരു പരാതിയും എവിടെയും ഉന്നയിച്ചിട്ടില്ല, ആർക്കും പരാതി നൽകിയിട്ടില്ല. അതിനർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തതെല്ലാം ദേവസ്വം ബോർഡുമായിട്ട് കൂടിയാലോചിച്ച് ദേവസ്വം ബോർഡിലെ ചില ആളുകളുമായിട്ട് കൂടിയാലോചിച്ച് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ മന്ത്രിക്ക് ഉൾപ്പെടെ അറിവുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഇത് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും എന്ന് ഇപ്പോഴത്തെ മന്ത്രി ശ്രീ വാസവൻ നിലപാടെടുക്കുന്നത് അദ്ദേഹത്തിന് തന്റെ സഹപ്രവർത്തകനെ ഈ കുറ്റകൃത്യത്തിന്റെ ആരോപണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിലപാടെടുക്കേണ്ട കാര്യമില്ല. കടകംപള്ളി സുരേന്ദ്രൻ കാണിച്ച ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം, ആ കുറ്റകൃത്യത്തിന്റെ പേരിൽ ഒരു തരത്തിലുള്ള ക്രിമിനൽ അന്വേഷണവും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മന്ത്രി ശ്രീ വാസവൻ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നു. ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ ഒരു SP യും കുറച്ച് പോലീസുകാരുമാണ്. അവർക്ക് ഒരു FIR ഫയൽ ചെയ്യാനുള്ള അധികാരമില്ല. അവർക്ക് ഈ തരത്തിലുള്ള വിശദമായിട്ടുള്ള തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ നടന്ന സംഭവങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു ശേഷിയും അവർക്കില്ല. അങ്ങനെയുള്ള ഒരു ദേവസ്വം അന്വേഷിക്കും എന്നുള്ള വാദം ഉന്നയിക്കുന്നത് തന്നെ അന്ന് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടത്തി ശബരിമലയെ ആ ശ്രീകോവിലിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ദുരുപയോഗം ചെയ്ത ആളുകളെ സംരക്ഷിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢോദ്ദേശത്തോടു കൂടിയാണ്. ഇന്നത്തെ ദേവസ്വം വകുപ്പിന്റെ പ്രസിഡന്റ് അദ്ദേഹം ഈ ചരിത്രമൊക്കെ അറിയേണ്ട ആളാണ്. അദ്ദേഹം ദേവസ്വം പ്രസിഡന്റായിട്ട് ചുമതലയെടുക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ദേവസ്വത്തിലെ നടപടികൾ എന്തായിരുന്നു എന്നുള്ളത് പരിശോധിക്കാതെയാണ് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ചുമതലയെടുത്ത് ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്നുള്ളത് അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇതിന് മുൻപത്തെ കാര്യം ഒന്നും അറിയില്ല. എന്ന് പറഞ്ഞാൽ ഈ നിയമലംഘനം നടത്തിയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലപാടെടുക്കുകയാണെങ്കിൽ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാനുള്ള അർഹതയില്ല. ഇതൊന്നും അന്വേഷിക്കാതെ പോയിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം, ഗുരുതരമായിട്ടുള്ള കൊള്ള പകൽ വെളിച്ചത്തിൽ നടന്നതുകൊണ്ട് കവർച്ച എന്നടക്കം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഭാഷയുടെ അർത്ഥത്തിൽ. അങ്ങനെയുള്ളൊരു കൊള്ള നടത്തിയ ഒരാളെ വീണ്ടും ഈ ചുമതല ഏൽപ്പിക്കുക എന്നതിലൂടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ പദവിയിലിരിക്കാൻ അർഹനല്ല എന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കോടതി അന്വേഷണം നടക്കുന്നു എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മന്ത്രി വാസവനും നിലവിലുള്ള പ്രസിഡന്റ് ശ്രീ പ്രശാന്തും നടത്തുന്ന ശ്രമം തങ്ങളുടെ വീഴ്ച മറച്ചു പിടിക്കാനും അതോടൊപ്പം തന്റെ സഹപ്രവർത്തകനായിരുന്ന CPM നേതാവായിട്ടുള്ള മുൻ മന്ത്രിയെ സംരക്ഷിക്കാനും അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് സംശയിക്കാവുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ ഒരു CBI അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ വെളിച്ചത്ത് വരികയുള്ളൂ എന്ന് ആവശ്യപ്പെടുന്നത്. ഈ സ്വർണം കാണാതായ സംഭവം, ഏതാണ്ട് 30 കിലോ സ്വർണം അവിടെ ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ ദ്വാരപാലകർക്ക് പൊതിഞ്ഞ സ്വർണം, ആ സ്വർണം എവിടെ പോയി എന്നുള്ളതിന് ഒരു ഉത്തരവ് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഏൽപ്പിച്ചത് ചെമ്പാണ് എന്ന് ചെന്നൈയിൽ കിട്ടിയ ഈ പണി നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു. സ്വർണപ്പാളി ചെമ്പാണ് എന്ന് ഉത്തരവിറക്കിയ ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവുണ്ട്. സ്വർണപ്പാളി പൊതിഞ്ഞ വസ്തുവിനെ അത് ചെമ്പ് മാത്രമാണ് എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്.